സംസ്ഥാനത്തെ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു എന്നാണ് വാർത്ത വരുന്നത്. അപ്പോൾ എന്താണ് വാർത്തയുടെ പിന്നാമ്പുറം നമുക്ക് പരിശോധിക്കാം. അരുൺ രാജ് കൊല്ലത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. അരുൺ രാജ്, കടലുണ്ടിയിലേക്ക് സ്വാഗതം. വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. താങ്ക് യു. എന്തായാലും സംസ്ഥാനത്ത് വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയുന്നു എന്നാണ് പുതിയ വിവരാവകാശ രേഖകൾ സൂചിപ്പിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 31 ഉദ്യോഗസ്ഥരാണ് വിജിലൻസ് അന്വേഷണം നേരിട്ടതെങ്കിൽ നിലവിലത് 11 കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ വീണ്ടും പുനർനിയമിക്കുന്ന സാഹചര്യമടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വിവരാവകാശ നിയമത്തിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പല IAS IPS ഉദ്യോഗസ്ഥരും ഒന്നിലധികം തവണ വിജിലൻസ് അന്വേഷണത്തെ നേരിടേണ്ട സ്ഥിതി പോലും സംസ്ഥാനത്ത് നിലവിൽ തുടരുകയും ചെയ്യുന്നു. ഈ തോത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പല ഉദ്യോഗസ്ഥരും പലതവണ ഈ വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ ഭാഗവാക്കാകുന്നു എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖകൾ സൂചിപ്പിക്കുന്നത്. ഈ വിജിലൻസ് അന്വേഷണം നേരിട്ട ഉദ്യോഗസ്ഥരെ സർക്കാരിന്റെ സുപ്രധാന പോസ്റ്റുകളിൽ നിയമിക്കുന്നുവെന്നും ഈ വിവരാവകാശ രേഖ സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊരു അപാകത കൂടി വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സൂചനയായി തന്നെ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. എന്തായാലും സംസ്ഥാനത്ത് വിജിലൻസ് അന്വേഷണം നേരിടുന്ന സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയുന്നു എന്നുള്ള വലിയ ആശ്വാസകരമായ വിവരമാണ് ഈ വിവരാവകാശ രേഖയിലൂടെ വ്യക്തമാകുന്നത്.